ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി, നിങ്ങൾ പോയിട്ട് വരൂ. എടോ പോ വാ. നവീൻ, എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. ആ ശരി മേഡം. എന്താ? അത് കൃഷ്ണ വന്നിട്ടുണ്ട് മാം, അടുക്കളയിലുണ്ട്. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കേ. നവീൻ എന്താ സംസാരിക്കണ്ടെന്ന് വെച്ചാ സംസാരിച്ചിട്ട് പൊക്കോട്ടെ. അത് പറ്റില്ല, അവളുടെ വേഷത്തിലാ. ഇനി എന്ത് ചെയ്യും? അവളെ ആ വേഷത്തിൽ നവീൻ കണ്ട കുഴപ്പമാ. ഒരു കാര്യം ചെയ്, പോയി ഗാഥയെ വിളിച്ചിട്ട് വാ. അല്ലാതെ വേറെ മാർഗമില്ല. ചെല്ല്. നവീൻ, എന്താ? സാധാരണ ഈ വീട് മുഴുവൻ നോക്കിക്കാണുന്ന ഇടപാട് സ്ത്രീകൾക്കുള്ളതാ. ഇവിടുത്തെ കിച്ചനെ കുറിച്ച് അമ്മ പറഞ്ഞായിരുന്നു. ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ശരി, താൻ ഇവിടെ ഒന്ന് നിൽക്കണോ? പാടോ ഇങ്ങോട്ട്. ഇങ്ങോട്ട് പാടോ. ആഹാ, ഗാഥമടത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ വേഷത്തിൽ കാണാറുണ്ടല്ലോ. ഈ വേഷം അത്രയ്ക്ക് ഇഷ്ടാ? എടോ, തന്റെ ഈ വേഷം കൊള്ളാട്ടോ. ഈ വേഷത്തിൽ തന്നെ കാണുമ്പോ സിത്താര മേഡത്തിന്റെ മകളാണെന്ന് പറയേയില്ല. ഏതോ ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു പാവം പെൺകുട്ടിയെ പോലെ. യെസ് യെസ്, ഇതുപോലെ ചിലപ്പോഴൊക്കെ ഗാഥ ഡ്രസ് ചെയ്യാറുണ്ട്. എനിവേ ഇറ്റ്സ് നൈസ്. എടോ, തന്നെ കാണാൻ ഞാൻ എത്രയും ദൂരം വന്നേ. മുകളിലേക്ക് പോ, ഈ പറയുന്ന കേക്ക്. മാറി സിഞ്ചിച്ചി. ഗാഥയുടെ മുകളിലേക്ക് ചെല്ല്. മേഡം, വിത്ത് യുവർ പെർമിഷൻ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഇക്കാലത്ത് വിവാഹം ഉറപ്പിച്ചവരുടെ അവകാശമല്ലേ മാഡം? സിത്താര മാഡത്തെ പോലെ ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? മേഡം, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. ശരി, നിങ്ങൾ പോയിട്ട് വരൂ. എടോ പോ വാ.
മമ്മി എന്തീ കാണിച്ചേ? എന്തിനാ അവളെ നവീന്റെ കൂടെ പുറത്തു വിട്ടത്? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? നവീൻ സംസാരിച്ചത് നീയും കേട്ടതല്ലേ? പറ്റില്ല എന്നങ്ങട് തീർത്ത് പറയണായിരുന്നു. മമ്മിക്ക് എന്താ അതിനുള്ള വോയിസ് ഇല്ലേ? ഗാഥ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അവളിപ്പോ ഗാഥയായിട്ടാണ് അഭിനയിക്കുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷൻ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാ പിന്നെ എനിക്കത് തടയാൻ പറ്റുമോ? പ്ലീസ് സ്റ്റോപ്പ് ദിസ്. എന്റെ കൺമുന്നിലാ ഇതൊക്കെ സംഭവിക്കുന്നത്. എന്റെ നവീനൊപ്പ അവളെ കാറിൽ യാത്ര ചെയ്യുന്നത്. മമ്മി പറയുന്ന ഈ നിയന്ത്രണങ്ങൾ മുഴുവൻ അവള് പാലിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നവീനോട് അവൾ എങ്ങനെ പെരുമാറുമെന്ന് മമ്മിക്ക് വല്ല നിശ്ചയമുണ്ടോ? മോളെ, മാണിക്കുഞ്ഞ് കൂടെയില്ലേ? മാണിക്കുഞ്ഞോ? അയാളെക്കാളും അപകടകാരി ഈ ലോകത്ത് വേറെയില്ല. അയാൾ എല്ലാത്തിനും കൂട്ടി നിൽക്കുകയുള്ളൂ. എനിക്ക് അയാളെ വിശ്വാസമില്ല. ഗാഥ മാഡം, വെറുതെ മമ്മിയോട് ദേഷ്യപ്പെടണ്ട. മാമിന്റെ നിസ്സഹായ അവസ്ഥ. നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. മമ്മി, ഞാൻ അവരുടെ പിറകെ പോവാ. അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്നും അവിടെ എന്താ നടക്കുന്നതെന്നും എനിക്കറിയണം. ഗാഥ, വെറുതെ നീ പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. മമ്മി എന്നെ പോവാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് ഈ നാടകം മടുത്തു. ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വന്തം പുരുഷനെ മറ്റൊരു പെണ്ണ് ഷെയർ ചെയ്യുന്നത് സഹിക്കാൻ പറ്റുമോ? മമ്മിയുടെ ജീവിതത്തില് മമ്മി സഹിച്ചിട്ടുണ്ടോ? എനിക്ക് പോണം. സിനി, മോളുടെ കൂടെ ചെല്ല്. ഞാൻ തനിച്ചു പോയിക്കോളാം. പോകുന്നെങ്കിൽ സിനിയുടെ കൂടെ, അല്ലാതെയുള്ള നിർബന്ധങ്ങളൊന്നും വേണ്ട. സിനി, ഒരു കാരണവശാലും ഗാഥയെ നവീൻ കാണരുത്. നിന്നെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞയക്കുന്നത്, മനസ്സിലായോ? ശരി മാം. ഡ്രൈവർ, വണ്ടി എടുക്ക്. ഗാഥ മാഡം, മമ്മിയോട് ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ.